ഹായ് ഗൈസ്, ക്രിസ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 3-in-1 ഡ്രോൺ ആണ്. നമുക്ക് വെള്ളത്തിലും അതുപോലെ ലാൻഡിലും എയറിലും ഒക്കെ ഒരുപോലെ പറത്താൻ പറ്റിയ ഒരു ഡ്രോൺ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടാലോ. ഇതാണ് ആ ഡ്രോൺ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞു 3-in-1 ലാൻഡ്, സീ ആൻഡ് എയർ. നമുക്ക് മൂന്നിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം എന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ വരുന്ന 1K മോഡ് സ്വിച്ച് ആണ്. പിന്നെ കളർഫുൾ ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ വൈഫൈ HD ക്യാമറ വരുന്നുണ്ട്. ഇൻബിൽട്ട് ആയിട്ട് അതിനെ തന്നെ ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലെസ് മോഡ് വരുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രിയിൽ ഏരിയൽ ക്ലിപ്സും കൂടി വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇതിന്റെ റിമോട്ടിലെ കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫോൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് സ്വിച്ച്, ലൈറ്റിംഗ് കൺട്രോൾ മോഡ് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ലെസ് മോഡ്. അതൊക്കെ ഓരോ സ്വിച്ച് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ സ്റ്റെൻഡ് റോൾ വരുന്നുണ്ട്. ഫോട്ടോ ലോങ് പ്രസ് ആൻഡ് വീഡിയോ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് 1K മോഡ്. അതായത് നമുക്കിപ്പം എയറിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ എയറിലേക്ക് മോഡ് മാറ്റിയിട്ടിട്ട് എയറിൽ മാത്രം ഓടിക്കാം. ലാൻഡിലോ ഓടിക്കുന്നുണ്ടെങ്കിൽ ലാൻഡിൽ മാത്രം. അതുപോലെ തന്നെ നമ്മൾ സീയിൽ, അത് വാട്ടറിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഫൈൻ ട്യൂണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ബട്ടൺ ആണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെൻട്രലാണ് അത് ബട്ടൺ വരുന്നത്. അപ്പം നമുക്കിന്ന് അൺബോക്സ് ചെയ്തിട്ട് ഐറ്റം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. ഇതാണ് ആ ഡ്രോൺ വരുന്നത്. കണ്ടില്ലേ? അപ്പം ഇതുപോലെയാണ് ബോക്സ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഡ്രോൺ വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് റിമോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ എക്സ്ട്രാ ലീവ്സും പിന്നെ അതിന്റെ ചാർജറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഫോൺ ഹോൾഡർ ആണ്. നമുക്ക് റിമോട്ടിൽ ഫിക്സ് ചെയ്യാനുള്ള ഫോൺ ഹോൾഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ റിമോട്ട് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് ട്രിപ്പിളിന്റെ ബാറ്ററിയാണ്. നമുക്ക് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഡ്രോണിൽ ഓൾറെഡി ഇതിനകത്ത് ബാറ്ററി കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് വയർസെറ്റ് ഉള്ളിൽ ഇട്ടിട്ട് ബാറ്ററി ഉള്ളിലിട്ട് നമുക്ക് ജസ്റ്റ് അതിന്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രോണിലും റിമോട്ടിലും നമ്മൾ ബാറ്ററി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ലോങ് പ്രസ് ആയിരിക്കും ബട്ടൺ വരുന്നത്. രണ്ടും കൂടി പെയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോണും റിമോട്ടും നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. പെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. രണ്ട് സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫോർവേഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഫോർവേഡിലേക്ക് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഫാൻ ചെയ്തു, ഓൺ ആയി. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് വരുന്നത്. ഡൗൺ ചെയ്തു, ഓഫ് ചെയ്തു, ഫാൻ ഓഫ് ചെയ്തു. ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഇതിന്റെ മോഡ് നമുക്ക് ലാൻഡിങ് മോഡിൽ ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ലാൻഡിങ് മോഡിൽ ഇടുന്ന സമയത്ത് ഈ 4 ഫാനും കൂടിയിട്ട് എന്താ പറയാ ഒരു റൊട്ടേഷനിലേക്ക് പോകും. ഒരു 180 ഡിഗ്രി റൊട്ടേഷനിലേക്ക് ഇതുപോലെ ആയി കിട്ടും. പിന്നെ നമ്മളെ മൂവ്മെന്റ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. റിവേഴ്സിൽ വരുന്ന സമയത്ത് ഈ ബാക്കിലെ ഫാനും മാത്രമേ കറങ്ങുള്ളൂ. ഫോർവേഡിലേക്ക് പോകുമ്പോൾ 4 മോട്ടറും വർക്കിംഗ് ആയിരിക്കും. ആ ഒരു പവറിലായിരിക്കും ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അതിന്റെ ലൈറ്റിംഗ് മോഡിന്റെ സ്വിച്ച് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ ഫുൾ ബ്ലിങ്ക് ചെയ്തിട്ട് ഇങ്ങനെ കത്തുന്ന ഒരു ഡയറക്റ്റ് ഇതിൽ മോഡിലുള്ളത്. അപ്പൊ മോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാം. ഓരോ വെറൈറ്റി മോഡിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഇതിന് നമുക്ക് ഓടിക്കാനും പറത്താനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ്. ഈ ഒരു 4 സ്വിച്ച് കൊടുത്തേക്കുന്നത് എന്താ പറയാ അത് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് സ്റ്റേബിൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 4 സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പ് ചെയ്യുമ്പോൾ തന്നെ ചില നേരത്ത് സ്റ്റേബിൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അല്ലെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെ ഫ്രണ്ടിലേക്ക് അത് സ്പീഡിൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ട്യൂൺ ചെയ്തിട്ട് ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. പിന്നെ അതിന്റെ അപ്പുറത്തായിട്ടുള്ള സ്വിച്ച് കൊടുത്തേക്കുന്നത് ജസ്റ്റ് അപ്വേർഡ് ഡൗൺവേർഡ് ചെയ്യാനുള്ളതാണ്. നമുക്കൊരു സ്റ്റോപ്പിംഗ് ബട്ടൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഫോൺ ഹോൾഡർ വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും. ജസ്റ്റ് പ്രസ്സിംഗ് ലോക്കാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫോൺ ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. ഇതുപോലെ ആയിരിക്കും വരിക. നമുക്ക് ജസ്റ്റ് ഫോണിൽ വെച്ച് നോക്കാം. ഈ ഒരു ഡ്രോൺ അത്യാവശ്യം നല്ല ഫിനിഷിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോഡി വരുന്നത് തെർമാക്കോളിന്റെ ഒരു ഇതാണ് വരുന്നത്. അതിന്റെ ഒരു ഗ്രാഫിക്സ് കൊടുത്ത പോലെയാണ് വരുന്നത് തെർമാക്കോളിന്റെ. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോണിന്റെ 3-in-1 ഡ്രോണിന്റെ പ്രൈസ് വരുന്നത് 4500 ആണ്. അപ്പൊ ഇത് വേണ്ടുന്നവർ എല്ലാവരും നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പം നമുക്ക് ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഐഫോണിലായാലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആയാലും സ്കാനർ കൊടുത്തിട്ടുണ്ട്. ആ സ്കാനർ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ അതിന്റെ കാറ്റലോഗ് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ വീഡിയോ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതായിരിക്കും ആ വ്യൂ വരുന്നത്. അത്രയും നല്ല ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല HD ക്ലാരിറ്റി തന്നെ വരുന്നുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാൻഡിലൂടെ ഓടിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ആ ഡ്രോണ് പോയ വഴി അങ്ങോട്ട് പോയി. ഇനി അത് എടുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലണം. അപ്പൊ ഇതിന്റെ ചാർജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ചാർജ് ഫുൾ ഡൗൺ ആയി കഴിഞ്ഞ് ഈ ഒരു സൗണ്ട് ആയിരിക്കും ഇതിൻ്റെ അന്ന് കേൾക്കുന്നത്, റിമോട്ടിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇതിലൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് 3 സ്റ്റോഴ്സ് ആണ് വരുന്നത്. ഒന്ന് പേട്ടയിലാണ്, തൃപ്പൂണിത്തുറ, പില്ലർ നമ്പർ 965 മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് പേട്ട സ്റ്റോർ വരുന്നത്. പിന്നെ വരുന്നത് ഒബ്രോ മാളിൽ 3rd ഫ്ലോറിലാണ് എടപ്പള്ളി. പിന്നെ MG റോഡിൽ സെൻട്രൽ സ്ക്വയർ മാളിലാണ് വരുന്നത്, അതും 3rd ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ വേണ്ടുന്നവർ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്തു. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.